എന്നാൽ റീവൈൻഡ് എ വൈൻഡിങ് ബാക്ക് ടു ദ ബിഗിനിങ്. ഹല്ലേലൂയ. ബിഗിനിങ്ങിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അട്ടർ കൺഫ്യൂഷനിലാണ് ഇന്ന് ജനം പോകുന്നത്. കാരണം ഒരിടത്തൊന്ന് കേൾക്കുന്നു, വേറിടത്ത് വേറൊന്ന് കേൾക്കുന്നു. ഞങ്ങൾ ജനിച്ചു വളർന്നപ്പം കേട്ടത് വേറെ, ഇതിലേതാ ശരി? പ്രൈസ് ഗോഡ്. ഇതിലേതാ സത്യം? സത്യം ഒന്നേ ഉള്ളൂ, സത്യത്തിന് മാറ്റമില്ല അല്ലേ? സത്യത്തിന് മാറ്റമുണ്ടെങ്കിൽ അതിനെ സത്യം ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സത്യത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ മീറ്റിങ്ങുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിളിനകത്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ബൈബിള് ഫുൾ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ സബ്ജക്റ്റാണ്. ഈ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒറ്റ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാനവകുലത്തോട് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ളതാണ്. മാനവകുലവും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ളതാണ് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെ എടുക്കുകയാണെങ്കിൽ. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഒരു വാക്യം അടർത്തിയെടുത്ത് പ്രസംഗിച്ച് അതിൽ നിന്ന് ഒരു ഉപദേശം കൊടുക്കുന്നതോ ഒരു ആഹ്വാനം കൊടുക്കുന്നതോ നിലയിലേക്ക് ഇത് ചുരുങ്ങിപ്പോയത് കൊണ്ട് ഈ വലിയ പിക്ചർ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ജോഷിയൊക്കെ പസിൽ മേടിക്കും. പസിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പല പീസസാണ്. ഈ പീസസ് കുഞ്ഞുങ്ങൾ നോക്കി ഇത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കിട്ടുന്ന ബോക്സിൻ്റെ പുറത്ത് ഒരു വലിയ പിക്ചറുണ്ട്. ആ പിക്ചറിലേക്ക് ഇത് വെച്ച് നോക്കിയിട്ടാണ് ഇവർ ഈ പസിൽ അറേഞ്ച് ചെയ്യുന്നത്. ഈ വലിയ പിക്ചർ ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനെ നടക്കും. ഇത് എവിടുത്തെ കഷ്ണമാണെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പിക്ചറിൻ്റെ ദൈവത്തിൻ്റെ മാനവകുലത്തോടുള്ള ഈ ആസൂത്രിത പദ്ധതി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന അറിവ് നമുക്കുണ്ടായിരിക്കണം. ആ അറിവുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ചൂഷണത്തിനോ ആരും നമ്മളെ ചൂഷണം ചെയ്യത്തില്ല, മാത്രമല്ല ആരും നമ്മളെ തെറ്റിച്ച് കളയുകയുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഉറപ്പ് പറയാം, ദൈവത്തിൻ്റെ പദ്ധതിയാണിത്, എൻ്റെ പദ്ധതിയല്ല, ഞങ്ങൾ ഒരു കൊട്ടും ആൾക്കാരുടെ പദ്ധതിയല്ല. ദൈവം, യേശു തന്നെ പറഞ്ഞു, പിതാവേ ഞാൻ നിന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അപ്പോൾ ആരാ വെളിപ്പെടുത്തുന്നത്? ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു ചാനലായി മാത്രമാണ് നിൽക്കുന്നത് ഇതിൽ. അപ്പം ദൈവം നമ്മളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ആമേൻ. ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിലാണ് നമ്മൾ നമ്മുടെ ഈ പീസ് എവിടെയാണെന്നുള്ളത് ഫിറ്റ് ആകുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. വളരെ സുപരിതമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം, ഞാൻ ഇവിടെ ഇരിക്കുന്ന 10 പേരോട് ചോദിക്കുക, ദൈവത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറയാൻ. 10 വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കാം എനിക്ക് കിട്ടുന്നത് അല്ലേ? ബിൽസനോട് തന്നെ ചോദിക്കട്ടെ? വേണ്ടെന്ന് പറഞ്ഞു. മോനെ ബ്ലസ്സാ പറ, ദൈവം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ നിരൂപണം എന്താ? മോൻ്റെ നിരൂപണം എന്നാ? ഒരു വാക്കിൽ പറ, ദൈവം എന്താ? ദൈവം സ്നേഹമാകുന്നു. അത് കുറേ നാളായിട്ട് ഞങ്ങളെ കേൾക്കുന്ന ആളാ, മാർക്ക് കൊടുക്കത്തില്ല. ദൈവം സ്നേഹമാകുന്നു. നമ്മളെല്ലാം മിക്കവാറും ഓട്ടോറിക്ഷയുടെ ഒക്കെ ബാക്കിൽ കാണാം. ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോഴായിരിക്കും അതിൻ്റെ വിൻഷീൽഡിലെല്ലാം ദൈവം സ്നേഹമാകുന്നു. ഈവൻ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ പോയി നിന്നാൽ അതിൻ്റെ സൈഡിലും കാണാൻ ആരെങ്കിലും ഒരു സ്റ്റിക്കർ കൊണ്ട് ഇട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ദൈവം സ്നേഹമാകുന്നു. ശരിയാ, ഇത് ഈ വിഷം മുഴുവൻ കുടിച്ചിട്ട് അവർ ജീവിക്കുന്നില്ലേ? ദൈവം സ്നേഹമാണ്. ആമേൻ. ഇപ്പം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിൻ്റെ നിർവചനം എന്നാ? ദൈവം സ്നേഹമാകും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒന്നുകൂടെ ചോദിക്കുക, ദൈവം സ്നേഹമാണ്. എന്താ ദൈവം സ്നേഹമാന്ന് പറഞ്ഞാൽ? ദൈവം സ്നേഹമാകുന്നു ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരേ ഐക്യകണ്ഠന പ്രഖ്യാപിച്ചു. എന്നാൽ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിനെ ഒന്ന് നിർവചിക്കാമോ? സ്നേഹം തന്നെയാണ്, ചേഞ്ച് ഇല്ല, പൂർണ്ണമായില്ല, വേറൊരു സൈഡില്ല, പൂർണ്ണമായില്ല. ഹല്ലേലൂയ. നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ട്. ഒരു സാധാരണക്കാരനോട് ചോദിക്കുക, ഈ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് താങ്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്നൊക്കെ ചോദിച്ചാൽ പറയും, ദൈവത്തിന് എന്നോട് സ്നേഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ സ്നേഹമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹം ഉത്തരം തരുന്നത് അല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇതിങ്ങനെ വിവിധമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ ഇതിന് വചനത്തിൽ നിന്ന് ഒരു പെർഫെക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്. 1 യോഹന്നാൻ 4:7, 1 John 4:7,
ഈ വാക്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വചനം എങ്ങനെ? പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ സ്നേഹം ദൈവത്തിൽ നിന്നും സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആരും ഇത് വായിക്കാറില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. നമ്മൾ പലപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്താനൊക്കെ ആയിട്ടാണ് ഈ വചനം എടുത്ത് ഞാൻ ചിലർ ഉപയോഗിച്ച് കേട്ടില്ലേ, നീ സ്നേഹിക്കുന്നില്ലല്ലോ, നീ ദൈവത്തെ അറിയാത്തവനാ. അതല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സ്നേഹം അറിയാതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുകയില്ല. കാരണം വചനം പറയുന്നു സ്നേഹം 4:7 സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അഥവാ സ്നേഹത്തിന്റെ സോഴ്സ്, ഉത്ഭവം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവം, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ഇതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നുമില്ല. ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. അഥവാ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുക. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം ദൈവം സ്നേഹമാകുന്നു എന്നുള്ള. ദൈവമേ, നീ എങ്ങനെ സ്നേഹമാകുന്നേ? നിന്നെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്, ദൈവമേ നീ എങ്ങനെ സ്നേഹമാകുന്നേ? എല്ലാവരും സൈലൻ്റായി. ഹല്ലേലൂയ. വചനം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഓക്കെ, ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷപ്പെട്ടതാ. ഇപ്പൊ ആരാ പറഞ്ഞു നമുക്ക് പുത്രനെ തന്നു എന്ന് പറഞ്ഞു അല്ലേ? ആ പുത്രനെ തന്നപ്പോൾ ദൈവത്തിന് ഓൾറെഡി ഉള്ള സ്നേഹം നമുക്ക് പ്രത്യക്ഷപ്പെട്ടതാ. അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത, വെളിപ്പെട്ടതാ. അപ്പം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നീ എങ്ങനെയാ സ്നേഹമാകുന്നേ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ദൈവം ആരെയാ സ്നേഹിച്ചത്? അടുത്ത ചോദ്യം. സകല കാലത്തിന് മുമ്പേ ഉള്ളതാണല്ലോ ദൈവം, ആണോ? ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ളതാണല്ലോ ദൈവം. ആണെങ്കിൽ ഈ ദൈവം ആരെയാ സ്നേഹിച്ചത്? ദൈവം തന്നെ തന്നെ സ്നേഹിച്ചു. പ്രശ്നമായി. സ്വാർത്ഥന. ലിസൺ, കറക്റ്റ് ആൻസേഴ്സ് ആയി പറയുന്നേ. ദൈവമക്കളെ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ നിന്നാണ് ഇന്ന് ഇതെല്ലാം കാണാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ട് കാണത്തില്ല. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ തോന്നുമ്പോഴും ഇവിടെ നേരത്തെ കേട്ടത് കിടക്കുന്നത് കിടക്കിടാന്നിങ്ങനെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇടിച്ചു പൊളിക്കുന്ന പോലെ ഒരു ഫീല് വരും. ഒരു 2 ദിവസം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറും. ഇത് രണ്ടും തുല്യ നിലയിലാവും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഈ ദൈവം ആരെയാ സ്നേഹിച്ചത്? തന്നെ തന്നെ എന്നൊരു ഉത്തരം കിട്ടി. തന്നെ തന്നെ സ്നേഹിക്കുവാണെങ്കിൽ അത് സ്വാർത്ഥതയാണ്. നമ്മൾ അങ്ങനെ ഒരാളെ നമ്മൾ അധികം അടുപ്പിക്കത്തില്ല, ശരിയല്ലേ? അപ്പം ദൈവം തന്നെ തന്നെയാണ് സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്നാണോ? എന്തുകൊണ്ടാ ഈ ഉത്തരം നിഖിൽ ബ്രദർ പറയാൻ കാരണം? ദൈവം തന്നെ തന്നെയാണ് സ്നേഹിച്ചത്. സകല കാലത്തിന് മുമ്പേ ഉള്ള ദൈവം ഏകനാണെന്ന് വചനം പറയുമ്പോൾ നമ്മുടെ എല്ലാ സഭകളിലും, എപ്പിസ്കോപ്പൽ ചർച്ചിലാകട്ടെ, പെന്തക്കോസ്റ്റൽ ചർച്ചിലാകട്ടെ, ഇന്ന് നമ്മളെ വിളിക്കുന്ന ന്യൂ ജനറേഷൻ ചർച്ചുകളിലാകട്ടെ, എല്ലാ ചർച്ചുകളുടെയും വിശ്വാസ പ്രമാണം ക്രീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്: ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏക ദൈവത്തിൽ, അതന്നെ എൻ്റെ അർത്ഥം. ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവത്തെ സകല ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന 2 പ്രധാന ഘടകമാണുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ ത്രിയേകത്വം. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഇത് കഴിയുമ്പോൾ നമ്മൾ
ബെനഡിക്ഷൻ പറയുന്നതിന് എടുക്കുന്ന ഭാഗമായതല്ലേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നിങ്ങളുടെ കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. പള്ളിയിൽ അച്ഛനും പറയും, പാസ്റ്ററും പറയും, നമ്മൾ വീടുകളിൽ പ്രെയർ കൂടിയാലും പറയും. പക്ഷേ എന്താ ഇത് മനസ്സിലാക്കിയാൽ, വേറെ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഈ ജീവൻ തുടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിഖിൽ ബ്രദർ പറഞ്ഞു, ദൈവം തന്നെ തന്നെയാണ് സ്നേഹിച്ചതെന്ന്. ബാക്കിയുള്ള സകല ദൈവങ്ങളും ഏകന, ന്യൂമറിക്കലി ഏകന. നമ്മൾ വിളിക്കുന്ന ദൈവം ന്യൂമറിക്കലി ഏകനല്ല. ഇതിൻ്റെ അർത്ഥം പല ദൈവങ്ങളുണ്ടെന്നല്ല, ഈ ദൈവം ഒന്നേ ഉള്ളൂ. ഇത് റിലേഷണലി ഏകന. ഇവർ 3 പേരായിരിക്കുമ്പോൾ തന്നെ ഏകത്വത്തിൽ ഇരിക്കുന്ന ഒരേ ഒരു ദൈവം ഈ ദൈവമാണ്, ഈ ത്രികേയ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഞാൻ ഈ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ഈ ട്രിനിറ്റിയെ കുറിച്ച് ഒന്ന് എടുക്കാൻ പോവുക. സിംഗുലാരിറ്റി, ദൈവം ഏകനാണെങ്കിൽ നിഖിൽ ബ്രദർ പറഞ്ഞ പോലെ ദൈവത്തിന് സ്നേഹിക്കണമെങ്കിൽ വേറെ ആരുമില്ല സ്നേഹിക്കാൻ, തന്നെയായിരിക്കും സ്നേഹിക്കുന്നത്, അല്ലേ? സ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ദൈവമാണെങ്കിൽ, ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാണെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കും? ഈ ദൈവം ഏകനായിട്ടുള്ള ഒരു ദൈവമാണെങ്കിൽ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെ സെർവ് ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. കാരണം പുള്ളി ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഇത് ചെയ്തില്ലെങ്കിൽ ഈ പുള്ളിക്ക് കോപം വരും, അല്ലേ? കാരണം ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ സ്നേഹിക്കുവാനും തന്നെ ശുശ്രൂഷ ചെയ്യുവാനുമാണ്. ഈ മനുഷ്യൻ അത് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യനോട് ദൈവത്തിന് മിസ്മാച്ച് വരും. മിസ്മാച്ച് വരുമ്പോൾ ഈ ദൈവം കോപിഷ്ഠനാകും. ആമേൻ. എന്നാൽ ഈ ഏക ദൈവമാകുന്ന നമ്മുടെ ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഈ ദൈവം, ഹല്ലേലൂയ, ഇവർ 3 പേരായിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഏകത്വവും സകല കാലത്തിന് മുമ്പേ ഇവർ നിലനിൽക്കുന്നതുമായ ദൈവമാണ്. ഈ ദൈവത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാണ് ഇന്നത്തെ മെസ്സേജ് തുടങ്ങുന്നത്. കാരണം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പം ഇവിടുന്ന് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. വേറെ എവിടുന്ന് തുടങ്ങിയാലും നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടത്തില്ല. ആമേൻ. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനൊരു പിക്ചർ പലപ്പോഴും നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും എപ്പിസ്കോപ്പൽ ചർച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പള്ളിയുടെ ജനലുകളിലൊക്കെ ഇങ്ങനെയായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഇതിൻ്റെ പുറകിൽ അവർക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ ആർട്ട് വർക്കായിട്ടാണ് കണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പിതാവായ ദൈവം, ഫാദർ, പുത്രൻ, സൺ ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവായ ദൈവം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം, ടെൻഷൻ അടിക്കേണ്ട, ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ രാവിലെയും വൈകിട്ടും എല്ലാം ദൈവമേ എന്ന് വിളിക്കുകയും ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണെന്നൊന്നും അറിയണ്ടേ? ഹല്ലേലൂയ. ഈ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, പുത്രൻ, ഇവർ 3 പേരും ഒന്നാകുന്ന ദൈവമാണ് ത്രിയേക ദൈവം, ആണല്ലോ. അതിൻ്റെ അർത്ഥം പിതാവ് പരിശുദ്ധാത്മാവാണെന്നാണോ? പിതാവ് പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തനാ. പുത്രൻ പിതാവിൽ നിന്ന് വ്യത്യസ്തനാ. പിതാവ് പുത്രനിൽ നിന്ന് വ്യത്യസ്തനാ. പുത്രൻ പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തനാ. പക്ഷേ പരിശുദ്ധാത്മാവ് ദൈവമാണോ? ദൈവമാണ്. പിതാവ് ദൈവമാണോ? ദൈവമാണ്. പുത്രൻ ദൈവമാണോ? ദൈവമാണ്. ആണല്ലോ. എപ്പോഴാണ് ഇവർ ദൈവമാകുന്നത്? ഇത് 3 കൂടെ ഒന്നായിരിക്കുമ്പോൾ മാത്രമാണ് ഇവരെ ഏക ദൈവമെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇവർ ഒന്നല്ലെങ്കിൽ
ഇവരെ ദൈവമെന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് എവിടെങ്കിലും ബ്രേക്ക് ആയാൽ ഫാദർ ഗോഡല്ല, സണ്ണ് ഗോഡല്ല, ഹോളി സ്പിരിറ്റ് ഗോഡല്ല. ആമേൻ. അപ്പം ഇവരുടെ ഏകത്വമാണ് ഇവരെ ദൈവമാക്കുന്ന ഘടകം തന്നെ. അപ്പം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ഗോഡെന്ന് നാം വിളിക്കുന്നത് ഇവർ 3 പേരും ഒന്നായിരിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല ഈ ദൈവം, ഈ ട്രിനിറ്റിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിന് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ദൈവം വേറെ ഇല്ല. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഭൂമിയിൽ ഉപമിക്കുവാൻ ഇല്ല. ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും വചനം എടുത്ത് കാണിക്കാവുന്നത്രയും ഞാൻ കാണിച്ചു തരാം. നീ ഒരു കാര്യം കൂടെ പറയാം. ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിലില്ല. പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടു കൂടി തൃത്വം മനുഷ്യന്റെ ഇടയിൽ വെളിപ്പെട്ടു. ആമേൻ. ഇതിനെ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ഈ ബന്ധത്തെയാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവരെങ്ങനെയാണ് ഇവരുടെ തമ്മിലുള്ള ഈ ബന്ധം? പിതാവിൻ്റെ നോട്ടം മുഴുവൻ ആരിലേക്കാണോ? പിതാവിൻ്റെ നോട്ടം മുഴുവൻ പുത്രനിലേക്കാ. പുത്രൻ മുഴുവൻ ആരെയാ നോക്കുന്നേ? പിതാവിലേക്ക്. പരിശുദ്ധാത്മാവ് തന്നിലേക്കല്ല നോക്കുക. ഇവരാരും തന്നെ നേരത്തെ നിഖിൽ ബ്രദർ പറഞ്ഞ പോലെ സ്വന്തത്തിലേക്കല്ല നോക്കുന്നത്. ഇവരായിരിക്കുന്ന ഈ ദൈവത്തിലിരിക്കുന്ന മറ്റൊരാളിലേക്കാണ് ഇവരുടെ ശ്രദ്ധ മുഴുവനായിരിക്കുന്നത്. ഇതിന് പറയുന്നൊരു വാക്കുണ്ട്, അതർ ഫോക്കസ്ഡ്. ഹല്ലേലൂയ. തനിക്ക് വേണ്ടിയല്ല, സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ജോൺ 15:13 യേശു പറയുന്ന വാക്കാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കുമില്ല. അഥവാ ഈ ത്രിയേക ദൈവത്തിന്റെ ഭാവങ്ങൾ യേശുവിൽ വെളിപ്പെടുകയാണ്. സാക്രിഫിഷ്യൽ ലവ്. ഹല്ലേലൂയ. പിതാവ് തൻ്റെ സകലവും പുത്രന് വേണ്ടി കൊടുക്കാൻ റെഡിയാ. പുത്രൻ തനിക്ക് പിതാവിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാ. പരിശുദ്ധാത്മാവ് ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാ. ഹല്ലേലൂയ. സെൽഫിഷ് ലവ് അല്ല, സെൽഫ് സാക്രിഫിഷ്യൽ ലവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ള ആളെ സ്നേഹിക്കുക മാത്രമല്ല, ആ ആൾക്ക് വേണ്ടി തന്നെയും തനിക്കുള്ളതൊക്കെയും തൻ്റെ പ്രകൃതി മുഴുവൻ, തൻ്റെ ബീങ് മുഴുവൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ദൈവമാണ്. അതാണ് ഇവരുടെ ഒരു നേച്ചർ. ആമേൻ. ഇവരെ നോക്കുവാണെങ്കിൽ ഇവരുടെ ഇടയിൽ ആരാ വലുതെന്നൊരു ചോദ്യമില്ല. ജോൺ 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ. ഈ പിതാവിന്റെ ഒരു സ്വഭാവം കണ്ടോ? പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. അതായത് ഈ പിതാവിന് എന്താണോ പദവിയുള്ളത് അതേ പദവി പുത്രനുമുണ്ട്. ഈ പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. ആമേൻ. അതുകൊണ്ട് പിതാവ് സ്വയമായി ന്യായവിധി ചെയ്യാതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ പിതാവിന് ഈഗോ ഉണ്ടോ? ഈ പിതാവിന് ഈഗോ ഇല്ല. ഈ പുത്രൻ ഇതെല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞ് പുത്രൻ അങ്ങ് വലിയ ആളായി പോയി, എൻ്റെ ഇമേജ് അങ്ങ് ഇടിഞ്ഞു പോകുന്നൊരു ഈഗോ ഇല്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഇവരാരും പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ ഇവരുടെ കൂടെയുള്ള ആളുടെ മുഴുവൻ എടുക്കുന്ന സ്വഭാവക്കാരല്ല, എന്നാൽ തനിക്കുള്ളത് മുഴുവൻ കൊടുക്കുന്ന സ്വഭാവക്കാരാ. അതിൻ്റെ അർത്ഥം ഹി ഈസ് നോട്ട് എ ടേക്കർ, ഹി ഈസ് എ ഗിവർ. ഹല്ലേലൂയ. ആമേൻ. ജോൺ 5:19 ജോൺ 5:19 ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇവർ 3 പേരും ഇന്റർഡിപ്പെൻഡന്റാ.
ഇവർ 3 പേരും 3 വ്യക്തിത്വങ്ങളാണ്, ഈ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇവർക്ക് 3 പേർക്കും ഫ്രീ വില്ലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡാ. യേശു പറയുകയാണ്, ഏയ് പിതാവ് ഒന്നും ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം പുത്രനെ പിതാവ് കൺട്രോൾ ചെയ്യുന്നെന്നാണോ? അങ്ങനെ ചിന്തിക്കാം അല്ലേ? പുത്രനെ പിതാവ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ആണോ? അങ്ങനാണോ? ഒരു വചനം ഞാൻ എടുത്ത് കാണിക്കാം. ജോൺ 5:21 തന്നെ. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു. പിതാവിന് ആരുടെയും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിതാവ് തന്നെ ഒരു ഡിസിഷൻ എടുക്കുക, ഇവന് ഞാൻ ജീവൻ കൊടുക്കുക. ഈ പുത്രൻ പറയാണ്, പുത്രൻ താൻ ഇച്ഛിക്കുന്നത് പോലെ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഇച്ഛ അവിടെ ഇല്ല, ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കും. അതായത് പുത്രനും ഫ്രീ വില്ലുണ്ട്. കുറച്ചു മുമ്പ് പുത്രൻ പറഞ്ഞു, പിതാവ് ചെയ്ത് കാണിക്കാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വിചാരിച്ചു പുത്രനെ പിതാവ് കൺട്രോൾ ചെയ്തേക്കുവാണെന്ന്. കൺട്രോൾ ചെയ്തേക്കുമല്ല. ഇവരുടെ സ്നേഹബന്ധത്തിൽ പുത്രൻ തൻ്റെ സകല വില്ലും തൻ്റെ സ്വയം എടുക്കുന്ന സകല തീരുമാനവും ഇവർ 3 പേരുടെയും ഹൃദയത്തിലകത്താ. ഹല്ലേലൂയ. ഇത് തന്നെ ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻ ഉള്ളൊരു കാര്യമായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പുത്രന് സ്വയം തീരുമാനം എടുക്കാനുള്ള ഫ്രീ വില്ലുണ്ട്. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവ് ഒറിജിനല്ല, പിതാവ് ഇവരുടെ ആരുടെയും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പുത്രൻ ഒറിജിനലാ, ഇവരുടെ ആരുടെയും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പരിശുദ്ധാത്മാവ് ഒറിജിനല, ഇവരുടെ ആരുടെയും കോപ്പിയോ അല്ല. ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ്ലി ഒറിജിനൽ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഇന്റർഡിപെൻഡൻ്റ്ലി വണ്ണിലാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിനകത്താണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. ആമേൻ. വചനം പറയുന്നു, അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ലൈഫാ. പിതാവിന് ഈഗോ ഇല്ല പുത്രനെ കുറിച്ച്. പുത്രൻ പിതാവിനേക്കാൾ വലുതാകുമോ, എന്നെ വെട്ടിക്കളയുമോ എന്നുള്ള ഈഗോ ഇല്ല. ഇവരുടെ പരസ്പര ഐക്യത്തിന്റെ ഈ ലൈഫിനകത്താണ് ജോയ് ഉള്ളത്. ഈ ജീവനെയാണ് സമൃദ്ധിയുടെ ജീവൻ എന്ന് പറയുന്നത്. സമൃദ്ധിയുടെ ജീവൻ നമ്മൾ എന്നാ കേൾക്കുന്നത്? അബ്രഹാമിന് പോഷം ഉണ്ടായിരുന്നു, നമുക്ക് ബെന്ലിയിലും കർത്താവ് തരണ്ടേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓടിയിലും കർത്താവ് തരണ്ടേ? ദൈവമക്കളെ, ദ അബണ്ടന്റ് ലൈഫ് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. എഫ്.എസ്.സി ലേഖനം പറഞ്ഞിരിക്കുന്ന എഫ്.എസ്.സി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, 1 സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഈ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക്, ഈ ലൈഫിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതർ സെന്റേഡ്, സെൽഫ് സാക്രിഫിഷ്യൽ, സെൽഫ് ഗിവിംഗ്, അതർ ഫോക്കസ്ഡ്, സെൽഫ് സാക്രിഫിഷ്യൽ ലവ്. പ്രൈസ് ഗോഡ്. ഒരു സെക്കൻഡ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമുക്ക് പാടാം. കാരണം ഇതിന് തുല്യമായ ഒന്നും ഇവിടെ ഇല്ല. ഇതിന് തുല്യമായ ഒന്നില്ല. ഈ ബാക്കിയുള്ള ദൈവത്തെക്കുറിച്ചുള്ള സകല ഡെഫിനിഷൻസും, ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ഡെഫിനിഷൻ സ്നേഹം, ദൈവം നീതിമാനാകുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പിന്നെ എന്നാ പറയാനല്ലേ ആട്രിബ്യൂട്ട്സ് പറയാൻ, ദയ, അനുകമ്പ, എന്തിനേയും ഡിഫൈൻ ചെയ്യാൻ, നിർവചിക്കുവാൻ ഇത് കൂടിയേ തീരൂ, അല്ലെങ്കിൽ ആ നിർവചനം ശരിയാകത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ത്രികേയ ഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല എങ്കിൽ നിങ്ങൾക്ക് സ്നേഹം നിർവചിക്കാൻ പറ്റത്തില്ല. കാരണം സ്നേഹത്തിൻ്റെ നിർവചനം തന്നെ ഷെയറിങ് ഓഫ് ലൈഫ് എന്നാ. ദൈവം ഏകനാണെങ്കിൽ ആർക്കാ ഷെയർ ചെയ്യാനുള്ളേ? അങ്ങനെയാണെങ്കിൽ ആ ദൈവം സ്വാർത്ഥന. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ഹോളിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ പേടിയാ. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എ ഡിഫറെന്റ് കൈൻഡ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ അർത്ഥം. ഹഗായിയോസ്. ഹഗായിയോസ് മീൻസ് ഇങ്ങനെ ഒരു കൈൻഡ്, ഇങ്ങനെ ഒന്ന് വേറെയില്ല.
ദൈവം ഹോളിയാന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും ഒരു ഈച്ചയൊക്കെ വരുമ്പോൾ മറ്റേ ആ ഒരു ഈ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഈച്ചയെ കരിച്ചു കളയുന്ന ഇതിനകത്ത് നമുക്ക് കരിഞ്ഞു പോകുന്ന പോലെ ആരെങ്കിലും അടുത്ത് വരുമ്പോൾ കരിച്ചു കളയുന്ന വിദൂരതയിലിരിക്കുന്ന ഒരു ദൈവമല്ല ഹോളിനെസ് എന്ന് പറയുന്നത്. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അബണ്ടന്റ് ലൈഫ് വേറെ ഇല്ലെങ്ങും. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ പാപം ചെയ്യാതെ, നിങ്ങൾ ഒന്നും ചെയ്യാതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് വിശുദ്ധനാകണമെന്നല്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ഈ ലൈഫിലായിരിക്കുന്നു. John 14:11. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ. യേശു ശിഷ്യന്മാരോട് പറയുക, പിതാവ് എന്നിലും ഞാൻ പിതാവിലും. ഇതെല്ലാം ദൈവത്തിന്റെ ത്രിയേക ഭാവങ്ങളെ വെളിപ്പെടുത്തുന്ന വചനങ്ങളെ. ഇത് മുഴുവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിറഞ്ഞു കിടക്കുക. യേശു പറയുക, ഫിലിപ്പോസ് പറഞ്ഞു, നീ പോകുന്ന വഴി എന്ന് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അറിയത്തില്ല പിതാവിൻ്റെ അടുക്കൽ. അപ്പൊ യേശു ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസ്, നീ എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവിനെ നീ കാണണമെങ്കിൽ നീ പിതാവിൻ്റെ അടുത്ത് പോകണ്ട, പുത്രനെ കണ്ടാൽ മതി. ഈ പുത്രനെ കണ്ടു കഴിഞ്ഞാൽ പുത്രൻ എങ്ങനെയാണോ അങ്ങനെ പിതാവ്. ഹല്ലേലൂയ. അങ്ങനല്ലേ? ദൈവത്തിന്റെ മടിയിൽ ഇരുന്ന പുത്രനല്ലാതെ ആരും പിതാവിനെ അറിഞ്ഞിട്ടില്ല. അവൻ താനും നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു തന്നെ ഒരു വാക്യത്തിൽ പറയാണ്, 30 പറയാണ്, ജോൺ 5:30, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. 10:30 ഞാനും പിതാവും ഒന്നാകുന്നു. അതിൻ്റെ അർത്ഥം പുത്രനില്ലെന്നോ പിതാവില്ലെന്നുള്ളതല്ല, ഇവരുടെ തമ്മിലുള്ള ഇവരുടെ യൂണിറ്റി, വൺനെസ് ആണ് അവിടെ യേശു വെളിപ്പെടുത്തുന്നത്. എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടതിന് തുല്യമാണ്. അല്ലെങ്കിൽ പിതാവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. യേശു പറയുകയാണ്, ഇന്ന് വരെ ആരും പിതാവിനെ കണ്ടിട്ടില്ല. മടിയിലിരുന്ന പുത്രൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആ പുത്രനെ നിങ്ങൾ കണ്ടാൽ പിതാവിനെ കാണാം. എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിവിധമായി ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് ഇന്ന് തൻ്റെ പുത്രൻ മുഖാന്തരം, ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, ഹി ഈസ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. എക്സാക്ട്, അതായത് പുത്രൻ എങ്ങനെയാണോ എക്സാക്ട്ലി അങ്ങനെയാണ് പിതാവായ ദൈവം. അപ്പം ദൈവത്തിൻ്റെ നീതി എന്താ? ഇതെല്ലാം ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ ഉള്ളിൽ സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി നിങ്ങളുടെ ഉള്ളിൽ കയറത്തുള്ളൂ. കാരണം ഇതിൽ നിന്ന് തുടങ്ങണം. ഇവിടെയാണ് തുടങ്ങേണ്ടത്. ബാക്കി എവിടെ ചെന്ന് തുടങ്ങിയാലും ഇടയ്ക്ക് വെച്ച് തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വൺ ബൈ നിങ്ങൾക്ക് തന്നെ ഇത് ക്ലിയർ ആയി കിട്ടും. ആമേൻ. ദൈവത്തിന്റെ നീതി എന്താ? ഈ റിലേഷന്റെ ഷിയർ റൈറ്റ്നെസ് ആണ് ദൈവത്തിന്റെ നീതി. കൃപ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്നാ? വടി വെട്ടാൻ പോയി, ആ വടി മടക്കി വെച്ചു. അടി കൊള്ളേണ്ടടുത്ത് അടിക്കാൻ പോയിട്ട് കൈ വലിച്ചു വെച്ചു. ഇതല്ല കൃപ. കൃപയും പാപവും ന്യായപ്രമാണവുമായി ഒരു ബന്ധവുമില്ല. കൃപയെന്ന് പറയുന്നത് ഇവരുടെ നേച്ചറാ. ഹല്ലേലൂയ. ആർക്കും അർഹതയുണ്ടായിട്ടൊന്നുമല്ല, ഇവർക്കുള്ളത് മുഴുവൻ ഇവർ ഷെയർ ചെയ്യുന്ന നേച്ചറാ. ഹല്ലേലൂയ. ഇവർക്കുള്ള ലൈഫ് തന്നെ ആർക്കും ഷെയർ ചെയ്യാൻ ഇവർ തയ്യാറായിട്ടുള്ള, ഇവർ ആരിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കുന്ന ദൈവമല്ല. തനിക്കുള്ളതിനെ സകലത്തിനെയും മറ്റൊരാൾക്ക് വേണ്ടി യാഗമായി ഒഴിച്ചു കൊടുക്കുന്ന നേച്ചറാ. ഇതാ കൃപ. ഹല്ലേലൂയ.
എന്താ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായോ? അടുത്ത സെഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ക്ലിയർ ആയി കിട്ടും. ഈ സെഷനിൽ ഈ ദൈവത്തിനെ കുറിച്ചുള്ള ഭാവം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒന്നിലേക്കും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം സകലതും ഇവിടെ തുടങ്ങുന്നേ. പ്രൈസ് ഗോഡ്. ദൈവം സ്നേഹമാകുന്നു. ആണോ? ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് ഇപ്പം മനസ്സിലായോ? സകല സൃഷ്ടിക്കും ഈ പ്രപഞ്ചമൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമില്ലേ? അന്നും ദൈവം സ്നേഹമല്ലേ? ആ സ്നേഹം എവിടെയായിരുന്നു? ആരോടായിരുന്നു? ഇവർ തമ്മിൽ ഉള്ള ഇവരുടെ വണ്ണസിലാണ്, ഇതിലാണ് സ്നേഹം. പിതാവ് താനും പുത്രനെ സ്നേഹിക്കുന്നു. അങ്ങനല്ലേ വചനം പറയുന്നത്? പിതാവ് താനും പുത്രനെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം കൊടുത്തു. അതായത് പിതാവിനുള്ള ഇൻഡിപെൻഡൻസ് അതേപടി പുത്രനുമുണ്ട്. പിതാവ് പുത്രനെ കൺട്രോൾ ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവ് പുത്രനെ കൺട്രോൾ ചെയ്യുന്നില്ല, പുത്രൻ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യുന്നില്ല. നോ കൺട്രോൾ. എന്നാൽ ഇവിടെ ഒരു അഴിഞ്ഞാട്ടമില്ല. കാരണം ഈ വണ്ണസ് എന്ന് പറയുന്നതാണ് അബണ്ടന്റ് ലൈഫ്. ആമേൻ. സമൃദ്ധിയായിട്ടുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവിക നടനം. ഇതിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പേര് ഭയങ്കര രസമുള്ള പേരാ, പെരിക്കോറോസിസ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാണ്. ഈ ത്രിയേക ദൈവത്തിനകത്തൊരു ത്രിയേക ജീവനുണ്ട്. ഈ ത്രിയേക ജീവനകത്തൊരു ത്രിയേക നടനമുണ്ട്. ഈ ദൈവം ബോറടിച്ചിരിക്കുന്ന ദൈവമല്ല. ഇവർക്ക് ബോറടിക്കുമോ? ഹല്ലേലൂയ. ഇവരുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സോഡ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇങ്ങനെ ബബിൾ ചെയ്യത്തില്ലേ? ഈ ബബിളിങ് ലൈഫായത്. ആ ലൈഫ് പോലെ വൈബ്രന്റ് ജോയ്ഫുൾ ലൈഫാണ് ഇതിനകത്ത് നടക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു 3 പേരും ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാനിതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കാം. വരാമോ? നീ വാ. ഇതാണ് ത്രിയേക ദൈവം. ഇത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ നോട്ടം മുഴുവൻ പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും. പരിശുദ്ധാത്മാവ് നോക്കുന്നത് പുത്രനിലേക്കും പിതാവിലേക്കും, പുത്രൻ നോക്കുന്നത് പിതാവിലേക്ക്. യേശു പറഞ്ഞു, പിതാവ് ചെയ്ത് കാണിച്ചിട്ടല്ലാതെ എനിക്കൊന്നും സ്വയമായി ചെയ്യാൻ പറ്റത്തില്ല. പിതാവ് പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ പുത്രനെ സകലതും ഭരമേൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ എന്നാ പറയുന്നേ? ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കാറില്ല. ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കാറില്ല. ഇവർ എന്നോട് അറിയിച്ചു തരുന്നു, നിങ്ങളെ ഞാൻ അറിയിച്ചു തരുന്നു. ആമേൻ. See, ഇവരുടെ ഈ ലൈഫിൻ്റെ ജോയ്, ഇവരുടെ ഈ പരസ്പരമായിട്ടുള്ള ഓണറിങ്, പുത്രന് പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇവരുടെ എല്ലാം ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റിയിൽ ഇവർക്കെല്ലാം വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ ഇവർക്കെല്ലാം പരസ്പരം അംഗീകാരമുണ്ട്. പിതാവിന് പുത്രൻ ഭയങ്കര പണി ചെയ്തെന്ന് പറഞ്ഞിട്ട് പിതാവിന് ഐഡന്റിറ്റി പോയില്ല. പിതാവ് പറഞ്ഞു, ഞാൻ മൊത്തം പുത്രനെ ഏൽപ്പിച്ചേക്കുക. പുത്രനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമ്മൾ ഇന്ന് പിതാവെന്ന പേര് യാഹ്വേ എന്ന് പോലും പറയരുതെന്ന് ചിലർ പഠിപ്പിക്കുന്നത്. കാരണം യേശുവിന് മാത്രമേ മഹത്വം കൊടുക്കൂ. പിതാവിന് ചിരിക്കുമായിരിക്കും. യാഹ്വേയൊക്കെ പഴയ നിയമം, ഇത് പുതിയ നിയമം, ആ പേരുകൾ പോലും പറയില്ലെന്നാ. ഹല്ലേലൂയ. ഇവരെ വേർപിരിക്കുവാനോ ഇവരുടെ ഇടയിൽ ഒരു ഈഗോ സൃഷ്ടിക്കുവാനോ ഇവരുടെ ഈ നടനത്തിന് ഒന്ന് കറങ്ങാമോ? നിന്ന് ഈ 3 കൈ പിടിച്ചൊന്ന് കറങ്ങിക്കേ. ചിരിച്ചോണ്ടൊന്ന് കറങ്ങിക്കേ. ചിരിച്ചോണ്ട് കറങ്ങുക. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ലിമിറ്റഡാ. ഈ സന്തോഷത്താണ് ഇത്. സമയം അവിടെ ഇല്ല, ഇവിടെയോ സമയമുള്ളൂ. അതുകൊണ്ട് ആ സമയം വെച്ച് പറയാ, 24/7 കറങ്ങിക്കോ. സർക്കിൾ ഡാൻസ് ആണ്. ഈ സർക്കിൾ ഡാൻസ് ആണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ബന്ധത്തിന്റെ സമൃദ്ധിയായിട്ടുള്ള ജീവന്റെ അന്തസത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. നിന്നോ, ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ. ഇതിന് ഈ ലൈഫിന് കൊടുത്തിരിക്കുന്ന പേരാണ് പെരിക്കോറോസിസ്.
പെരി മീൻസ് റൗണ്ട് അബൌട്ട്. കൊറോസിസ് മീൻസ് ആ വാക്കിൽ നിന്നാണ് കൊറിയോഗ്രാഫി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഡാൻസ്. ഈ റൗണ്ട് ഡാൻസ്, സർക്കിൾ ഡാൻസ് എന്നാണ് ഈ ലൈഫിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളത്താടി, ചുമന്ന കണ്ണ്, നരച്ച മുടി താഴെ വരെ, ആരോന്റെ തലയിലെ അഭിഷേകം താടിയിലൂടെ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനൊരു ഇമാജിനേഷനില്ല നമ്മൾ ഇരിക്കുന്നത്. സ്വർഗത്തിൽ വയസ്സന്മാരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു, വിരാട് കോഹ്ലിയൊക്കെ പോലെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള, അതിലും നല്ല യൂത്തിലാണ് ദൈവമായിരിക്കുന്നത്. നമ്മൾ ഈ മറ്റേ പഴയ സിനിമയൊക്കെ കണ്ട്, മോശയുടെ 10 കൽപ്പനയുടെ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ താടിയൊക്കെ വളർത്തി ഒരു വയസ്സനായിട്ടാ ഈ ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വയസ്സില്ല, ഇതിനകത്ത് ഏജിങ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ കോസ്മെറ്റിക് കമ്പനികളുടെ ഒന്നും ആവശ്യമില്ല. ആന്റി ഏജിങ് ക്രീമോ റിങ്കിൾ ഫ്രീ ക്രീമിന്റെ ഒന്നും ഇവിടെ ചെലവാകത്തില്ല. അവിടെ ഈ ഐറ്റം ഇല്ല. എവർ വൈബ്രേറ്റിംഗ് ലൈഫ്. ഞാൻ ഇങ്ങനെ ഇതിനെ പറയുന്നതിനോ, എത്ര എക്സാഗ്രേറ്റ് ചെയ്താലും എക്സാഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ലൈഫായത്. ഹല്ലേലൂയ. ഇവർ 3 പേരും 3 വ്യത്യസ്തതയിലായിരിക്കുമ്പോൾ തന്നെ ഇവരുടെ യൂണിറ്റിയാണ് ഇവരെ ത്രിയേക ദൈവമാക്കുന്നത്. ഈ ദൈവത്തെക്കുറിച്ച് അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്നേഹത്തെ നിർവചിക്കാൻ പറ്റത്തില്ല. ഈ ദൈവത്തെ അറിയാതെ വിശുദ്ധിയെ നിർവചിക്കാൻ പറ്റത്തില്ല. നാം പറയുന്നത് തന്നെ പാപം ചെയ്യാത്ത അവസ്ഥ. പാപം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാകുന്ന എന്നേ ഇത് വിശുദ്ധരായിട്ട് ഇവിടെ ഉണ്ട്. പാപം ചെയ്യാത്ത അവസ്ഥയെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിനെ തുച്ഛീകരിക്കുന്ന ഒരു ഡയലോഗാണ്. ഇതേപോലൊരു ലൈഫ് ഈ പ്രപഞ്ചത്തിൽ എങ്ങുമില്ല. ആ ഒരു എന്നാ പറയുന്നേ, ഡിഫറൻസ് ആണ്. ഇതേപോലെ ഒരു ലൈഫ് എങ്ങുമില്ല. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ലൈഫാണ് ഹോളി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ഹോളിനെസ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനൊരു കൈൻഡ് വേറെ ഇല്ല. അപ്പം ബി ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിനെല്ലാം വിട്ട് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ. ആമേൻ. താങ്ക് യു ജീസസ്. മുന്നേപ്പോ. താങ്ക് യു ലോർഡ്. താങ്ക് യു. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് എനിക്കതിനെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ കിട്ടിയെങ്കിലേ എനിക്ക്, ഇല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതിലേക്ക് അറിയണം. സിമ്പിളായിട്ട് പറയാം, എന്നാൽ പവർഫുൾ ആയിരിക്കും. സകല സൃഷ്ടിക്കും മുൻപ് തന്നെ ഈ ഫാമിലി യൂണിറ്റ് ഉണ്ട്. ഇറ്റ്സ് എ ഫാമിലി യൂണിറ്റ്. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വന്നതാ. അല്ല, നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ഈ ഫാമിലി, ഈ ഡിവൈൻ ഫാമിലി എക്കാലവും സൃഷ്ടിക്ക് മുമ്പേ ഈ ഫാമിലി ഉണ്ട്. ഈ ഫാമിലിയിൽ ഒരു പിതാവുണ്ട്, ഈ ഫാമിലിയിൽ ഒരു പുത്രനുണ്ട്, ഈ ഫാമിലിയിൽ ഒരു ഹോളി സ്പിരിറ്റിനെ മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന വാക്കെടുത്തു കഴിഞ്ഞാൽ ഫെമിനൈൻ വേർഡാ. ദൈവത്തിൽ സ്ത്രൈണതയുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഇതാ, സ്ത്രൈണതയുണ്ടെന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പോലെ ഉണ്ടെന്നുള്ളതല്ല, ആ ഇമോഷൻസ് ഉണ്ട്. ഹോളി സ്പിരിറ്റിനെ അതുകൊണ്ട് ഫെമിനൈൻ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫാമിലി യൂണിറ്റ് എല്ലാ കാലങ്ങൾക്കും മുമ്പേ ഉണ്ട്. സകല സൃഷ്ടിക്ക് മുമ്പേ ദൈവം സ്നേഹമാണ്. അഥവാ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ സ്നേഹിക്കാനോ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയോ അല്ല. ഇവരുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ സമ്പൂർണതയുടെ ലൈഫാണ്, ഫുൾനെസ്സാണ്. ശ്രദ്ധിക്കണമേ, ദൈവം പരിപൂർണനാണോ? ആണ്. ദൈവം പരിപൂർണനാണെങ്കിൽ ദൈവത്തിന് കുറവുണ്ടോ? കുറവുണ്ടെങ്കിൽ പരിപൂർണനല്ല. അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ച ആരില്ല? യേശുവില്. ഓക്കെ. ഇപ്പം ഞാനും പിതാവും ഒന്നായിരിക്കുന്നെന്ന് പറഞ്ഞ് മനസ്സിലായോ?
ഫിലിപ്പോസേ, പുത്രനെ നീ കണ്ടെങ്കിൽ നീ പിതാവിനെ കണ്ടു. ഞാനും പിതാവും ഒന്നായിരിക്കുക. പിതാവിൻ്റെ പൂർണ്ണത മുഴുവൻ പുത്രനിലുണ്ട്. അഥവാ പിതാവിനെ അറിയണമെങ്കിൽ പുത്രനെ അറിഞ്ഞാൽ മതി. പിതാവിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ പുത്രനെ അറിഞ്ഞാൽ മതി. പഴയ നിയമം ചെയ്യേണ്ട. ആമേൻ. ഓക്കെ, ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ട അറിവ് അല്ലെങ്കിൽ ബോധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വിളിക്കുന്ന ദൈവം ഒന്നാമതായി റിലേഷണലി ഗോഡാ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഈ ദൈവത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ബന്ധമാണ്. ദ പ്രൈമറി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ശരിയല്ല. പ്രൈമർലി ഗോഡ് ഈസ് റിലേഷണൽ. ദൈവത്തിൻ്റെ നമ്പർ 1 ആയിട്ടുള്ള ദൈവത്തിന് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും റിലേഷനാന്ന് പറയും. കാരണം സകല കാലങ്ങൾക്ക് മുമ്പേ ഈ ദൈവം റിലേഷണലി ഒരു ഫാമിലിയായി എക്സിസ്റ്റ് ചെയ്ത ദൈവമാണ്. അതുകൊണ്ടാണ് ഈ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്. ഇങ്ങനെ റിലേഷണലി അല്ലെങ്കിൽ ഈ ദൈവത്തിന് വേറെ വല്ല പേരും വിളിച്ചേനെ. ഫാദർ എന്ന് വിളിക്കുന്നതിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഗോഡ് റിലേഷണലി ദൈവമാണ്. അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ നമ്പർ 1 ഭാവം എന്ന് പറയുന്നത് റിലേഷനാണ്. ഇനി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ ദൈവം ഒന്ന് എന്നെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഒന്ന് സംഗ്രഹിക്കാം നമുക്ക്. ഗോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പുറകെ ഇരിക്കുന്നവർക്ക്? ഇല്ല. ഗോഡ് ഈസ് റിലേഷണൽ. നിങ്ങളെ പിടിച്ച് മുമ്പിൽ ഇരുത്തി എന്തിനാന്ന് മനസ്സിലായോ? ഗോഡ് ഈസ് റിലേഷണൽ. ഒന്നാമത് ഈ ഗോഡ് പരിപൂർണനായതുകൊണ്ട് എന്നാ പ്രശ്നം? നോ ലാക്ക്. ഈ ദൈവത്തിന് നോ ലാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കുറവില്ല. ഈ ദൈവിക ജീവനിൽ ദൈവത്തിൻ്റെ ഒരു ഭാവം എന്താ? തൻ്റെ ജീവനെ ഷെയറിങ്, അതർ സെൻറ്റേഡ്. ഓക്കെ, അതർ സെൻറ്റേഡ് നിസ്വാർത്ഥ സ്നേഹം. അടുത്തത് പറഞ്ഞു, സെൽഫ് സാക്രിഫിഷ്യൽ ലവ്. സെൽഫ് സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി, നിങ്ങൾ പറയാമെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു, മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നത്. ഇനി എന്താ ഉള്ളേ? സെൽഫ് ഗിവിങ്. വാവ്. സെൽഫ് ഗിവിങ് ലവ്. സെൽഫ് ഗിവിങ് ലവ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സകല നേച്ചറും പുത്രന് കൊടുക്കുന്ന ദൈവമാണ്. ഒന്നും പിടിച്ചു വെക്കത്തില്ല. നമ്മളാണെങ്കിൽ മൊത്തം അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ല അല്ലേ? ഒരു പിടിയൊക്കെ, ഒരു പിടിവള്ളി നമ്മുടെ കയ്യിൽ ഇരിക്കണമല്ലോ. എന്നാൽ ഈ ദൈവം അങ്ങനല്ല, സെൽഫ് ഗിവിങ് ലവ് ആ. പിന്നെ ഓണറിങ്, അല്ലെങ്കിൽ നോ ഈഗോ. പുത്രൻ പിതാവിനേക്കാൾ വലുതാകിയാലോ എൻ്റെ ഇമേജ് പോവെന്നുള്ളൊരു ഈഗോ ഇല്ല. പുത്രനെ പിതാവിനെ എങ്ങനെ ബഹുമാനിക്കുന്നോ അതുപോലെ പുത്രനെ ബഹുമാനിക്കുന്നതാ. വാവ്. ഇത് ഈ കേട്ട ദൈവത്തെയാണോ ഇത്രയും നാളും വിളിച്ചതെന്ന് തോന്നിപ്പോവും. ഇപ്പൊ ഈ കേൾക്കുന്ന ദൈവത്തെയാണോ എന്ന് തന്നെയാണ് വിളിച്ചതെന്ന് തോന്നിപ്പോവും. ആമേൻ. ഹല്ലേലൂയ. ഷെയറിങ് ഇൻക്ലൂഡിങ് ബ്ലെസ്സിങ്. പുത്രനെ പുറത്ത് നിർത്തുന്ന ദൈവമല്ല, പുത്രനെ തന്നിൽ അകത്ത് നിർത്തുന്നതാ. 7 ഈ ഷെയറിങ് വന്നു. സെൽഫ് ഗിവിങ് വന്നപ്പോൾ പറഞ്ഞു ഷെയറിങ്, കെയറിങ്, പിന്നെ ഇൻക്ലൂഡിങ്.
ഇൻക്ലൂഡ് ചെയ്യുന്ന ദൈവമാണ്. പിന്നെ എന്തെങ്കിലും വേറെ ഒന്നും ഇല്ലേ? ഇത്ര ഞാൻ പറഞ്ഞിട്ട് വേറെ ഒന്നും കിട്ടിയില്ലേ? യൂണിയൻ, INDUCCATU, യൂണിയൻ, വൺനെസ്. യൂണിയൻ എന്ന് പറയുമ്പോൾ വൺനെസ്. ഇവർ മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുന്നത്. ഇനി എന്താ ഉള്ളേ? വാവ്, ഫുൾനെസ്. എനിക്ക് സന്തോഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞല്ല, ഇത് ഒത്തിരി കേട്ടവരാ. ആദ്യമായിട്ട് കേൾക്കുന്നവർ പറയട്ടെ. ഫുൾനെസ്, പരിപൂർണതയാ. ഇനിയും ഒരു നാണയത്തിൻ്റെ മറുവശം പോലെ ഇനിയും പറയാനാണെങ്കിൽ പറയാനുണ്ട്. ഒരു നാണയത്തിൻ്റെ മറുവശം പോലെ ഇത് വെച്ച് പറയാം ദൈവം എന്തല്ലെന്നുള്ളത്. വാട്ട് ഗോഡ് ഈസ് നോട്ട്. എന്താ ദൈവം അല്ലാത്തത്? ഈ ദൈവത്തിന് ഫുൾനെസ് ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന് കുറവില്ല. റിലേഷണലി എന്ന് പറയുമ്പോൾ ദൈവം ഡിസ്റ്റന്റ് അല്ല, വിദൂരതയിലല്ല. ദൈവം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദൈവമല്ല. പിന്നെ ഇത് നോ ലാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾനെസ് ആയി. അതർ സെൻറ്റേഡ് ലവ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ സ്നേഹമല്ല. സെൽഫ് സാക്രിഫൈസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനെ എനിക്ക് വേണ്ട, എൻ്റെ ജീവനെ നിങ്ങൾക്ക് തരാം. പലതും തിരിഞ്ഞു വരുന്നുണ്ടല്ലേ. നിങ്ങളുടെ ജീവനെ എനിക്ക് വേണ്ട, എൻ്റെ ജീവനെ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ദൈവമാ. ഓക്കെ, അടുത്തത് സെൽഫ് ഗിവിംഗ് ലവ്. തനിക്കുള്ളത് എല്ലാം തന്നെ. ഇപ്പൊ ഞാൻ എനിക്കുള്ളത് എല്ലാം വേറൊരാൾക്ക് കൊടുത്താൽ എന്നെ ഞാൻ കൊടുക്കത്തില്ല. കൊടുക്കുവോ? പിന്നെ അവൻ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കത്തില്ലേ? നമ്മൾ അടിമയായി പോകത്തില്ലേ? എന്നാൽ ഇത് അങ്ങനല്ല. തനിക്കുള്ള എന്തും തന്നെയും കൊടുക്കുന്ന ദൈവമാ. ഇങ്ങനെ ഒരു ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്നേ. ഓണറിങ് നോ ഈഗോ. ഹല്ലേലൂയ. ഞാൻ വലിയ പ്രവൃത്തി ചെയ്തെന്നും പറഞ്ഞ് ഈഗോ വരുന്ന ദൈവമല്ല. യേശു പറഞ്ഞു, ഓർക്കുന്നോ? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ ഞാൻ ചെയ്യുന്നതിലും വലിയ പ്രവൃത്തി. അയ്യോ, യേശുവിനൊപ്പം കോംപ്ലക്സ് അടിക്കത്തില്ലേ? നോ ഈഗോ, ഓൾവേസ് ഓണർ യു. നിങ്ങളെയും എന്നെയും ബഹുമാനിക്കുന്ന ദൈവമാണ്. അടുത്തത് ഷെയറിങ്, കെയറിങ്, ഇൻക്ലൂഡിങ്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാ? പിടിച്ചെടുക്കുന്ന ദൈവമല്ലേ. നമുക്ക് വെട്ടിപ്പിടിക്കാനേ അറിയത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ച് നടക്കുക, ദേശത്തെ പിടിക്കാൻ നടക്കുക. അടുത്തത് കെയറിങ്. കെയറിങ് എന്ന് പറയുമ്പോൾ എന്നാ? മൈൻഡ് ചെയ്യാത്ത ദൈവമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പത്രത്തിൽ സ്ഥിരം വായിക്കുന്ന കാര്യം, ആക്സിഡൻ്റ് ആയി റോഡിൽ കിടന്നു, ആരും കെയർ ചെയ്തില്ല. അങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ട് പോകുന്ന ദൈവമല്ല, അവിടെ ഓടി വന്ന് കോരിയെടുക്കുന്ന ദൈവമാണ്. ആമേൻ. ഇൻക്ലൂഡ് ചെയ്യുന്ന ദൈവമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ കുറച്ച് പേരെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വെച്ചിട്ടുണ്ടെന്നല്ല. ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യൂണിയൻ, വൺനെസ്. ആമേൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാ? സെപ്പറേഷൻ ഇല്ല. 1 Corinthians 13:4. ഇത്രയും ദൂരം വെക്കണ്ടല്ലോ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന വചനമല്ലേ? ആണോ? എത്ര മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സഭയിൽ വിശ്വാസികൾ തമ്മിൽ പ്രശ്നം വരുമ്പോഴാണ് മിക്കവാറും പാസ്റ്റർ ഈ മെസ്സേജ് പൊക്കിക്കൊണ്ടുവരുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കണം. നമ്മുടെ സഭയുടെ ഇടയിൽ ഒരു വിഘടനം പാടില്ല. ഹല്ലേലൂയ. എല്ലാം നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കാനായിട്ടാണ് ഈ വചനം എടുക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത വചനത്തിൽ കണ്ടത് എന്തായിരുന്നു? സ്നേഹം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹം എവിടെ നിന്ന് വരുന്നു? സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പം പുറത്ത് സ്നേഹം ഉണ്ടാക്കാൻ പറ്റുമോ? സ്നേഹത്തിൻ്റെ ഉത്ഭവം എവിടാ? ഇത് തന്നെയാണെങ്കിൽ ഇതിന് പുറത്ത് വേറൊരു സ്നേഹമുണ്ടോ? ഇതിനകത്തുള്ള സ്നേഹമല്ലേ സ്നേഹം? അപ്പൊ ഇതിനകത്ത് പുറത്തുള്ള സ്നേഹമില്ല. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ സ്നേഹമാണോ? ആണോ? യെസ്.
ഓക്കെ, നിങ്ങൾ ഇത് ഗ്രഹിക്കും തോറും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഹാർട്ട് ലൈറ്റ് ആകും, ഇവിടെ ടൈറ്റ് ആകും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് ആകും, നിങ്ങളും ഈ ഡാൻസിൽ കയറും. വാവ്, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ലൈഫിനകത്തുള്ള നിർവചനങ്ങളാ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം, ദീർഘമായി ക്ഷമിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം, വാവ്, ക്ഷമിക്കാതെ ഇരിക്കുന്നില്ല. അപ്പൊ ക്ഷമിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കമോൺ, ഇത് കേട്ട പലതുമായിട്ട് ചേരില്ലല്ലോ. ആ ഒരു ഒരസൽ വരട്ടെ, നല്ലതാ. ഓക്കെ, ലവ് ഈസ് പേഷ്യന്റ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. ദയ കാണിക്കുന്നു. ദയ കാണിക്കേണ്ടി വരുന്ന എപ്പോഴാ? കുറ്റബോധം ഉണ്ടാകുമ്പോ. കുറ്റബോധം ഉണ്ടാകുമ്പോ. റൈറ്റ്. ഓക്കെ, അടുത്തത് എന്നാ? സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വലിയവനാണ്, ഞാൻ ഭയങ്കര സാധനമാണ്, അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് ബോസ്റ്റ് ചെയ്യുന്നില്ല. ദൈവം ബോസ്റ്റ് ചെയ്യും എപ്പോഴെങ്കിലും? ഇല്ല. ഓക്കെ, അടുത്തത്. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം ഇസ് നോട്ട് പ്രൗഡ്. നെഞ്ചും ചങ്കും വിരിച്ച് ആരടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്ന ദൈവമല്ല. ആമേൻ. അടുത്തത്. ചീർക്കുന്നില്ല. ചീർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഡിസോണർ അതേഴ്സ്. നമ്മൾ പറഞ്ഞു മലയാളത്തിൽ ചീർക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫ്ഡ് അപ്പ്. അതായത് ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് എന്നെ അറിയാം, എന്നെപ്പോലെ ഞാൻ ആരാ, ഇങ്ങനെ ഒരു നിങ്ങളെ ഡിസോണർ ചെയ്യുന്നതല്ല, നിങ്ങളെ ഓണർ ചെയ്യുന്നവരാ. ഓക്കെ, അടുത്തത്. അയോഗ്യമായി നടക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് സെൽഫ് സീക്കിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ. അതായത് തൻ്റേത്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് എന്നുള്ള രീതിയിൽ സെൽഫ് സെൻറ്റേർഡ് അല്ല. ഓക്കെ, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നോട്ട് സെൽഫ് സീക്കിംഗ്, ഇറ്റ്സ് നോട്ട് ഈസിലി ആങ്കേർഡ്. അടുത്തതിലാണ് തോന്നല്ലേ? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. സ്നേഹം ഇത് വചനമാണെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, മിണ്ടാതിരിക്കരുത്. സ്നേഹം ഒന്ന് 3 തവണ പറഞ്ഞേ. 3 തവണയാ കണക്ക്. 3 ഹല്ലേലൂയ പറഞ്ഞല്ലേ അവസാനം. 3 തവണ. സ്നേഹം, സ്നേഹം, സ്നേഹം. അപ്പൊ എന്നാ ദൈവകോപം? ഞാൻ അവിടെ നിർത്തി. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. സ്നേഹം, അടുത്തത്, ദോഷം കണക്കിടുന്നില്ല. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഇംഗ്ലീഷ് എങ്ങനെ? Love does not delight in evil. It's not easily angered. Account of evil. It keeps no record of wrongs. കേട്ടത് മുഴുവൻ തകടം മറിയാ. സ്നേഹം ഡസ് നോട്ട് കീപ് എനി റെക്കോർഡ്സ്. പുസ്തകമുണ്ട് കേട്ടോ. തുറക്കും. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കീപ് എനി റെക്കോർഡ്സ് ഓഫ് റോങ്സ്. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. Wow. Love does not delight in evil. Love does not delight in evil. മലയാളത്തിൽ എങ്ങനെയായിരുന്നു? അനീതിയിൽ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ. അൺറൈച്ചിയസ്നെസ്. വേറെ ട്രാൻസ്ലേഷൻസ് കൊടുത്തേക്കുന്നത് ഡിലൈറ്റ് ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ഈവിൽ ബട്ട് റിജോയ്സ് വിത്ത് ദി ട്രൂത്ത്. നിങ്ങൾ ഈ സ്ക്രിപ്ചറുകളെല്ലാം തുടർന്നുള്ള ഓരോന്നിലും എടുക്കും. അന്നേരം നിങ്ങൾ ഇത് റീകളക്ട് ചെയ്തോളാം. ഓക്കെ. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല.
ഇറ്റ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. സ്നേഹം ഓൾവേസ് പ്രൊട്ടക്ട്സ്. പിന്നെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഓൾവേസ് ട്രസ്റ്റ്, ഇറ്റ് ഓൾവേസ് ഹോപ്സ്, ഇറ്റ് ഓൾവേസ് പെർസിവിയേഴ്സ്. ഈ സ്നേഹം കൊരിന്ത്യ സഭയിലുള്ള അണ്ണന്മാരുടെ സ്നേഹത്തെക്കുറിച്ചല്ലിത്. ഈ സ്നേഹം, ഹല്ലേലൂയ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. അപ്പോസ്തലൻ ഇത് അവരോട് എഴുതുന്നെങ്കിൽ അവർക്ക് സ്നേഹമാകുന്ന ദൈവത്തെ അറിയുവാനും ആ അറിവിലൂടെ അവരിൽ ഈ സ്നേഹം ബർത്ത് ചെയ്യാനും വേണ്ടി എഴുതുന്നേ. സ്നേഹം, ലാസ്റ്റ് വാക്യം, 8-ാമത്തെ, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഉതിർന്നു പോകുക എന്ന് പറഞ്ഞാൽ എന്നാ? അങ്ങനാണോ? ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് ലവ് നെവർ ഫെയിൽസ്. ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഫെയിൽ ആകത്തില്ലെങ്കിൽ സ്നേഹത്തിന്റെ എൻഡ് വിക്ടറിയാ. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയ? കാരണം ഇപ്പം ഈ പറഞ്ഞത് പലതും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന, ചോദ്യം ചെയ്യാതെ നമ്മൾ കേട്ടപടി എടുത്ത് ഇതിനകത്ത് വെച്ച കുറേ ബിലീഫ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ വാക്യങ്ങൾ മുഴുവൻ. ചോദ്യം ചെയ്യപ്പെടാതെ ആരെങ്കിലും പറഞ്ഞപ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നി നമ്മളങ്ങ് എടുത്തു. അതിനെ ചോദ്യം ചെയ്യപ്പെടാതെയോ അതിനെ ചോദ്യം ചെയ്യാതെയോ അതിനെ അന്വേഷിച്ച് അങ്ങനെ തന്നെയോ എന്ന് കണ്ടെത്തുകയോ ചെയ്യാതെ നമ്മൾ എടുത്തു വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്തു. ആരാ സ്നേഹം? ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ ക്വാളിറ്റീസ് ആണല്ലോ ഇത്. ദൈവം ഇന്നലെയും ഇന്നും എന്നും ഹീ സെയിം യെസ്റ്റർഡേ. അപ്പം ഇതിന് മാറ്റം വരുമോ? ഇല്ലല്ലോ. സെറ്റിലായി ഇതിനുള്ള കുഴപ്പം എന്നാന്നോ? ഇതിനെ ഞാൻ ഈ കിടന്ന് ബുദ്ധിമുട്ടിയെ നിങ്ങൾ കണ്ടില്ല. ഇതിനെ ഒന്ന് വിവരിക്കാൻ. ആ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ ആൾക്കാർക്ക് ഇതിനെ ഉൾക്കൊള്ളുവാനും പാടാം. അതുകൊണ്ട് ഈ ഭാഗത്തെ പറയുമ്പോൾ ഉപമിക്കുന്നത് വെള്ളത്തിനോട് ഉപമിക്കും. വെള്ളത്തിന് തണുപ്പിച്ചാൽ ഐസാകും, ചൂടാക്കിയ വെള്ളമാകും, അല്ല തണുപ്പ് പോയാൽ വെള്ളമാകും, പിന്നെ ചൂടാക്കിയ സ്റ്റീമാകും. അതുപോലെ ദീപം ശുദ്ധ മണ്ടത്തര. കാരണം ഇങ്ങനെയുള്ളൊരിതിനെ ഉപമിക്കാൻ ഒരു വസ്തുവില്ല. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിൻ്റെ ലിക്വിഡ് സ്റ്റേജിനെ കളയാതെ അതിന് സോളിഡ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തില്ല. പിതാവിനെ കളഞ്ഞിട്ടല്ല പുത്രനാകുന്നത്. പിതാവായിരിക്കുമ്പോൾ തന്നെ പുത്രനും പുത്രനാ. ചിലർ പറയും മുട്ടയോട് ഉപമിക്കും, തോട്, ഉണ്ണി, വെള്ള. പക്ഷെ ഇതെല്ലാം ഈ പറഞ്ഞ ഒരു ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അപര്യാപ്തമാണ്.